കാണക്കാരി പഞ്ചായത്തിന്റെ ഭരണം LDFിൽ നിന്നും തിരിച്ചുപിടിച്ച UDF അധികാരത്തിലേക്ക്. ആകെയുള്ള 17 സീറ്റുകളിൽ 10 സീറ്റ് UDF നേടി. കോൺഗ്രസിന് 7ഉം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 3 സീറ്റുകളാണ് ലഭിച്ചത്. LDFിന് 4 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന് 3ഉം CPMന് 1 സീറ്റും ലഭിച്ചു. BJP ഇത്തവണ 3 സീറ്റുകളാണ് നേടിയത്. പഞ്ചായത്തിൽ വികസന മുരടിപ്പിന്റെ കാലഘട്ടം അവസാനിച്ചെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് UDF നേതൃത്വം നൽകുമെന്നും UDF നേതാക്കളായ തമ്പി ജോസഫും റോയി ചാണകപ്പാറയും പറഞ്ഞു. UDFിന്റെ 3 പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു. അതിന്റെ സ്ഥാനത്തിൽ ഈ ഭരണസമിതി രംഗത്ത് വന്നപ്പോൾ, ഈ പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFിന്റെ 10 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ പഞ്ചായത്തിലെ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും UDFിന് അനുകൂലമായി വിധി ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവരുടെ ചെറിയ ആവശ്യങ്ങൾ, വലിയ ആവശ്യങ്ങളുണ്ട്, ചെറിയ ആവശ്യങ്ങൾ, പഞ്ചായത്തിൻ്റെ നികുതി അടക്കമുള്ള, പഞ്ചായത്ത് കെട്ടിട നികുതി അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പറയപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറം, അതായത് പെർമിറ്റ് ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് താങ്ങാവുന്നതിനപ്പുറം ഒരു സാമ്പത്തിക ഭാരം ഈ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അവരുടെ ചുമലിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഭരണമാറ്റം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായ അംബിക സുകുമാരന്റെ നേതൃത്വത്തിലുള്ള LDFിന് 4 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകത്തക്ക രീതിയിലാണ് പ്രവർത്തനങ്ങൾ ചെയ്തത്. ഈ കാലയളവിൽ നമുക്ക് കിട്ടിയ അവാർഡുകളൊക്കെ അതിനൊരു തെളിവാണ്. തീർച്ചയായിട്ടും ഇനിയും ഈ പഞ്ചായത്ത് ഇത്രയും നല്ല രീതിയിൽ പോകുന്നൊരു പഞ്ചായത്ത് പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിന്ന് വിടവാങ്ങുന്നത്. തീർച്ചയായിട്ടും ഇനിയും വരുന്ന അടുത്ത ഭരണസമിതി ഇത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കാണക്കാരി ഗ്രാമപഞ്ചായത്തിനെ നേതൃത്വ നിലയിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത് സാധിക്കട്ടെ. എല്ലാവർക്കും ഞാൻ ചെയ്ത നന്മകൾ ഓരോ ജനഹൃദയങ്ങളും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടെ ഈ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൈമാറിക്കൊണ്ട്. കഴിഞ്ഞ തവണ UDFിന് 3 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും UDFിന് ഉയർന്ന ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. ഞായറാഴ്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ പ്രസിഡന്റ് ആരാകണമെന്ന് UDF നേതൃത്വം തീരുമാനമെടുക്കും. കോൺഗ്രസും കേരള കോൺഗ്രസും നിശ്ചിത കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കും. UDFിൽ നിന്നുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റജി ജോസഫ്, റോയി ചാണകപ്പാറ, മരീന തമ്പി തുടങ്ങിയവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടില്ലെന്ന് UDF നേതാക്കൾ പറഞ്ഞു.